ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കുക്കിങ്ങും കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് പിന്നെ പാൻട്രി ഒക്കെ ഒന്ന് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് സ്നോ ഉണ്ട്. അപ്പോൾ അത്ര ഹെവി സ്നോ അല്ല. ഇപ്പോൾ സ്നോ സ്റ്റോമോ അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെയാണ് സ്കൂൾ അവധിയായിരിക്കും, അല്ലെങ്കിൽ 2 hour ഡിലേ ആയിരിക്കും. ഇപ്പോൾ ഇന്ന് എന്തായാലും റെഗുലർ ടൈമിന് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കണം, പിന്നെ ഉച്ചക്കത്തേക്ക് അമ്മൂസിന് ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. രാവിലെ ഞാൻ പുട്ടും കറിയാണ് പ്ലാൻ ചെയ്തത്. അത് പകുതി ആയപ്പോഴത്തേക്ക് മോൻ എഴുന്നേറ്റ്. അപ്പോൾ രാത്രിയിലൊന്നും ഒട്ടും ഉറങ്ങിയില്ല. ഈ ക്ലൈമറ്റ് മാറുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെറിയ ജലദോഷവും മൂക്കടപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പുട്ടിൻ്റെ പരിപാടി എനിക്ക് മാറ്റി വെച്ചു ഞാൻ. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് അമ്മൂസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വാഫിളാണ്. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ മുട്ടയൊന്നും ചേർക്കുന്നൊന്നുമില്ല. സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ പൊടിയും പിന്നെ പാലും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ അത് ആ പൊടി കുറച്ചിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആൽമണ്ടിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആൽമണ്ടിൻ്റെ പൊടി നമ്മൾ ഈ മൈദയ്ക്ക് പകരം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും, നമ്മൾ ബേക്കിങ്ങിൽ കേക്കോ മഫിൻ എന്തുണ്ടാക്കുമ്പോഴും ചേർക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ മൈദയേക്കാളും ഹെൽത്തിയാണ്. ഒരു തവി പാൻ കേക്ക് മിക്സ് എടുത്തു, 2 തവി ആൽമണ്ട് ഫ്ലോർ എടുത്തു. പിന്നെ അത് പാലൊഴിച്ചൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുക, അല്ലാതെ വേറൊന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ അവസാനം മധുരത്തിന് വേണ്ടിയിട്ട് മേപ്പിൾ സിറപ്പ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കുന്നത്. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ബട്ടർ തേച്ചിട്ട് കോരി ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബട്ടർ കെരിഗോൾഡിൻ്റെ ബട്ടറാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗ്രാസ് ഫെഡ് കൗവിൻ്റെ ബട്ടറാണ്, അല്ലെങ്കിൽ ഓർഗാനിക് വാലിയുടെ ബട്ടറും നല്ലതാണ്. ഞാനൊരു 3 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് മേപ്പിൾ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ ശർക്കരപ്പാനിയൊക്കെ ഉപയോഗിക്കില്ലേ, അതേപോലെയാണ് ഇതും. ഇവിടെ സാധാരണയായിട്ട് ഈ നിറം മാറുന്ന ഒരു മരം ഉണ്ടല്ലോ, അത് മേപ്പിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കുന്ന ഒരു സിറപ്പാണ്. അപ്പോൾ അതിന് പകരം തേൻ വേണേലും ഉപയോഗിക്കാം. അങ്ങനെ അവർക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കൊടുക്കുന്നത്. ഇനി സ്കൂളിലേക്ക് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ ഇന്ന് നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചൂടായിട്ടുള്ള ഫുഡ് മതി എന്നാണ് അമ്മൂസ് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ പൊടിയരിക്കഞ്ഞി അല്ലെങ്കിൽ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പൊക്കെ കൊടുത്തു വിടാറുണ്ട്, പാസ്തയൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ഇന്നലെ അത് കൊണ്ടുപോയതുകൊണ്ട് ഇന്ന് ഞാൻ പൊടിയരിക്കഞ്ഞി ആക്കിയിട്ടുണ്ട്. ഒരു പിടി പൊടിയരി, നല്ലപോലെ മട്ടേരിയുടെ പൊടിയരിയാണ്, അത് അമ്മൂസിന് ഇഷ്ടം. അപ്പോൾ അതൊന്ന് കഴുകി കുറച്ച് ഉപ്പും വെള്ളവും കൂടെ വെച്ച് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലാഫിംഗ് കവിൻ്റെ ഒരു ചീസും കുറച്ച് ക്രാക്കേഴ്സും വെക്കുന്നുണ്ട്. പൊടിയരിക്കഞ്ഞി നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തെർമോസിൽ കൊടുത്തു വിടുന്ന കാരണം ഭയങ്കര ചൂടായിരിക്കും. 10:45 അവരുടെ ലഞ്ച് ബ്രേക്ക്. അപ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് വെക്കുന്നത്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ആപ്പിളും പിന്നെ ഒരു വൈറ്റമിൻ സിയുടെ ഒരു ലോലിപോപ്പും കൂടെ വെച്ചിട്ടുണ്ട്. 15 മിനിറ്റാണ് അവർക്ക് ലഞ്ച് ടൈം ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ലൈറ്റ് ഓഫ് ചെയ്യും സ്കൂളിൽ. പിന്നെ റീസസ് ടൈമാണ്. പിന്നെ കഞ്ഞിയൊക്കെ ആണെങ്കിൽ അത് കഴിച്ചോളൂ, അത് ഇഷ്ടമാണ്. കാരണം ഇവർ ഈ തണുപ്പത്താണ് പുറത്ത് കളിക്കാൻ വിടുന്നതുമൊക്കെ തണുപ്പത്ത് തന്നെയാണ്. ഇപ്പോൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് ഇൻഡോർ ആയിട്ട് കളിക്കാം, അല്ലെങ്കിൽ അവരെ പുറത്തിറക്കിയിട്ട് തന്നെയാണ് കളിപ്പിക്കുന്നത്. അമ്മൂസ് റെഡിയായി. ഇനിയിപ്പം സ്കൂൾ ബസ് വരാറായി. ഇവിടുത്തെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള റീത്ത് ഫ്രണ്ട് ഡോറിൽ ഇങ്ങനെ തൂക്കിയിടും. അപ്പം ഞാനിത് ക്രിസ്മസിന് വെച്ചതാണ്, അപ്പോൾ അത് ഇതുവരെ മാറ്റിയില്ല. അപ്പോൾ അടുത്ത ഇനി ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു റീത്ത് തൂക്കിയിട്ടുണ്ട്. ഇതൊരു നമ്മുടെ ഈസ്റ്റർ ബണ്ണിയുടെ ഒരു ഇതനുസരിച്ചിട്ടുള്ള ആ മുയലിൻ്റെ ഒരു ഷേപ്പുള്ള റീത്താണ്. കൂടുതലും ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സാണ് ഈസ്റ്ററിൽ വരുന്നത്. കുറച്ച് ഈസ്റ്റർ എഗ്ഗും കുറച്ച് പിയോണി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു റീത്താണ്. ഇനി ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് അത് അരിഞ്ഞ് ഞാൻ തലേന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറക്കാൻ അതും മാരിനേറ്റ് ചെയ്ത് രാത്രിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ വളരെ സിമ്പിൾ മസാലയാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. വൃത്തിയാക്കിയ മീനിലേക്ക് കുറച്ച് ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു, അല്ല ഇഞ്ചിയുടെ പേസ്റ്റ് ആയാലും മതി. ഇനി ഒരു അല്പം വെള്ളം തളിച്ച് അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചാലും മതി, എല്ലാം കൂടെ ആ മീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം.
അപ്പം ഞാനിത് രാത്രിയിൽ മസാല പുരട്ടി വെച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് എടുക്കാൻ പോവാണ്. മീൻ വറക്കുന്ന സമയത്ത് ഇതുപോലെ കിച്ചണിൽ ഒരു മണമുള്ള ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അധികം സ്മെല്ലുണ്ടാകത്തില്ല. ഒരു കാസ്റ്റ് അയണിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ താഴെയൊന്നും അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 3-4 കറിവേപ്പിലയും കൂടെ നിരത്തിയിട്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. മീൻ വറക്കുമ്പോൾ ഈ പരന്ന പാത്രം ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ ആ എണ്ണയൊന്നും അധികം തെറിച്ച് സ്റ്റൗവിലൊന്നും വീഴത്തില്ല. കുറച്ച് വലിപ്പമുള്ള മീനായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു എണ്ണയും വെള്ളമൊന്നും തെറിക്കാതിരിക്കാൻ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ സ്റ്റീലോ അല്ലെങ്കിൽ കാസ്റ്റ് അയണിലൊക്കെ വറക്കുന്ന സമയത്ത് അടിയിലൊന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുവാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാൽ എളുപ്പത്തിൽ തിരിച്ചിടാൻ പറ്റും. ഇപ്പം മീനിൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയും 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് റെഡിയായി. കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എരിവിന് ആവശ്യത്തിനൊരു 3 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ടു. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ടു. ഒരു തണ്ട് കറിവേപ്പില ചേർത്തു. ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമായാലും മതി. മുളക് പൊടിയുടെ ആവശ്യമില്ല. അതൊരു നിറത്തിന് വേണ്ടി ചേർത്തെന്നേ ഉള്ളൂ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം തളിച്ച് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ല ഈ കുരുന്ന് കോവയ്ക്ക ഉണ്ടല്ലോ, അധികം മൂക്കാത്ത അരിയുള്ള കോവയ്ക്കയാണ് ഏറ്റവും ടേസ്റ്റ്. കോവയ്ക്ക ഒരു 3/4 പരുവം വെന്ത് കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ട് അതിൽ വെള്ളമെല്ലാം വറ്റിച്ച് ആവശ്യത്തിന് ഡ്രൈ ആക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ മെഴുക്കുവരട്ടിയും റെഡിയായി. അടുത്തത് എനിക്ക് ഒട്ടും സമയമില്ലാത്തപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു തക്കാളിക്കറിയാണ്. അപ്പോൾ വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ ഒരു 2 തക്കാളി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് കീറിയിട്ട് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് വെന്ത് കഴിഞ്ഞപ്പം ഇതിനകത്തേക്ക് ചേർത്ത് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി ചൂടാക്കി എടുക്കുകയേ ചെയ്യാവൂ, തിളച്ച് പോകരുത്. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ അവസാനം ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് താളിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. താളിച്ച് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ ഞാൻ ഈ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണത് ഫുള്ളായിട്ട് കാണിക്കാത്തത്. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് ഊണെല്ലാം റെഡിയായി. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഇത് മൂന്നും കൂടെ. ഇന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ളത് ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ചു. പിന്നെ മീൻ മസാല എല്ലാം പുരട്ടി വെച്ചുകൊണ്ട് എളുപ്പമായിരുന്നു. ചോറ് പിന്നെ രാവിലെ തന്നെ ഇൻസ്റ്റൻറ്റ് ബോട്ടിലങ്ങ് വെക്കും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലേ, അമ്മൂസൊക്കെ പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ അതും ചോറിനുള്ളത് ഇൻസ്റ്റൻറ്റ് ബോട്ടിലിടും. പിന്നെ അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും മാവ് കുതിർക്കാൻ, അരിയും ഉഴുന്നൊക്കെ കുതിർക്കാനുണ്ടെങ്കിലും അതും വെള്ളത്തിലിട്ട് വെച്ചേക്കും. അത് രണ്ടും ഞാൻ രാവിലെ അതങ്ങ് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ശീലമാകുമല്ലോ, അങ്ങനെ അത് രണ്ടും അങ്ങ് നേരത്തെ ചെയ്തു വെക്കും. 4 മണിയായപ്പോൾ അമ്മൂസ് എത്തി. സ്നോയിലൊക്കെ കളിച്ച് വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഗ്രോസറിയൊക്കെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നും കോസ്കോയിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം റീസൈക്കിൾ വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ്. നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങുമ്പം ബൾക്കായിട്ടാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ അതിൽ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നാളെ ഒഴിവാക്കണം. അത് കാരണം ഇന്ന് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എനിക്ക്. ഇത് കെരിഗോൾഡ് എന്നും പറഞ്ഞ ഗ്രാസ് ഫെഡ് കൗവിൻ്റെ ഒരു ബട്ടറാണ്. വളരെ പോപ്പുലറാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളിലൊക്കെ ഉള്ള പശു ഉണ്ടല്ലോ, അതേപോലെ ധാന്യങ്ങളൊന്നും കഴിക്കാതെ പുല്ല് മാത്രം തിന്നുന്ന പശുവിൽ നിന്നുള്ള ബട്ടറാണ്. അപ്പോൾ ഇത് മറ്റ് ഗ്രെയിൻ ഫെഡ് കൗ, അതായത് ധാന്യങ്ങൾ കഴിക്കുന്ന പശുവിൽ നിന്നുള്ള ബട്ടറിനെക്കാട്ടിലും ഇതിൻ്റെ ബട്ടറിന് ഫാറ്റും കാലറിയും കുറവാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മറ്റ് ബട്ടറിനെക്കാട്ടിലും ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇത് നെയ്യ് ഉണ്ടാക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. മുട്ട ഞാൻ ഇതുപോലെ ഒരു ട്രെയിലാക്കി വെക്കും. അപ്പോൾ എളുപ്പത്തിൽ എടുക്കാനും സൗകര്യമായിരിക്കും. ഫ്രിഡ്ജിൽ അധികം സ്പേസും പോകത്തില്ല.
പിന്നെ ഇത് നമുക്ക് തിയേറ്ററിലൊക്കെ കിട്ടുന്ന പോലത്തെ ബട്ടർ പോപ്കോൺ ആണ്. 1 മിനിറ്റ് മതി അത് കുക്ക് ചെയ്യുന്നതിന്. അപ്പോൾ അമ്മൂസ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ടൊക്കെ കഴിക്കാനും പിന്നെ വീക്കെൻഡ് നമ്മൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് കഴിക്കാനും ഒക്കെ അമ്മൂസിന് ഇഷ്ടമാണ്. തനിയെ അത് കുക്ക് ചെയ്ത് കഴിച്ചോളും. പിന്നെ ഇത് ഒരു ഓർഗാനിക് വീറ്റ് പാസ്തയാണ് മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിലങ്ങനെ ആർട്ടിഫിഷ്യൽ കളറും പ്രിസർവേറ്റീവും അങ്ങനെ ഉപ്പൊന്നുമില്ല. പിന്നെ മറ്റുള്ള ബ്രാൻഡ് നോക്കുമ്പോൾ അതിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ കളറും ഉപ്പൊക്കെ കൂടുതലായിരിക്കും. ഇത് കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് ഇവിടുത്തെ. അപ്പോൾ ഇതൊരു 3 ഫ്ലേവറാണ്. 12 പാക്കറ്റാണ് കിട്ടുന്നത്. PJസിലും കോസ്കോയിലും ഒക്കെ കിട്ടും. അപ്പോൾ അത് ഇതുപോലെ ഓഫർ വരുന്ന സമയത്ത് വാങ്ങിച്ചു വെക്കും. പിന്നെ കുറച്ച് പ്രോട്ടീൻ ബാർ എപ്പോഴും കാണും. അപ്പോൾ അതെന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് വിശക്കുമ്പോഴും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴും പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ വെച്ച് കൊണ്ടുപോകാൻ നല്ലതാണ്. സ്കൂളിൽ അമ്മൂസിന് ഞാൻ ലഞ്ച് ടൈമിൽ കൊടുത്തു വിടാറുണ്ട്. ഇത് പീനട്ട് ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും ആണ്. ഇതാണ് അമ്മൂസിന് കൊടുത്തു വിടാറുള്ളത്. പക്ഷേ ഇതിനത്ര മധുരമൊന്നുമില്ല. ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. മറ്റേത് ഞങ്ങൾ കഴിക്കുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിൽ ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമുള്ളത്. പെട്ടെന്നൊക്കെ വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയതാണ്. ഇതുപോലൊരു ട്രേയിൽ ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ വിശക്കുമ്പോൾ തനിയെ വന്നെടുത്ത് കഴിച്ചോളും. കാണാനും എളുപ്പമായിരിക്കും. നമ്മളെപ്പോഴും ഗ്രോസറി വാങ്ങുമ്പം ഇങ്ങനെ പയറ്, പരിപ്പ്, അരി അങ്ങനെയൊക്കെയുള്ള എല്ലാം തന്നെ ഒരു 4-5 മാസത്തേക്ക് ഒന്നിച്ചാണ് വാങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഓരോ ആഴ്ചയിൽ അങ്ങനത്തെ ഷോപ്പിംഗ് ഇല്ല. അത് പച്ചക്കറി, ഫ്രൂട്ട്സ്, പാല്, മുട്ട അങ്ങനെയൊക്കെയുള്ളത് മാത്രമേ ഒരു 2 ആഴ്ച കൂടുമ്പോൾ വാങ്ങാറുള്ളൂ. 2-3 ആഴ്ചത്തേക്കായിരിക്കും വാങ്ങിക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, നമ്മുടെ ഇടിയപ്പപ്പൊടി. അപ്പോൾ ഇതിങ്ങനെ കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരേപോലത്തെ കണ്ടെയ്നറൊക്കെയാണെങ്കിൽ പലതും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. വെളുത്ത പൊടികളൊക്കെ തന്നെ ഒരുപാട് കാണുമല്ലോ. അപ്പം ഞാൻ ആ സെയിം പാക്കറ്റിൽ നിന്ന് തന്നെ അത്യാവശ്യം വായിക്കാൻ പറ്റുന്നത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ് അതുപോലെയൊക്കെ ഒരേപോലെ ഇരിക്കുന്ന പരിപ്പ് വർഗ്ഗത്തിലോ അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇതേപോലെ ചെയ്താൽ മതി. എനിക്ക് ആ ബോട്ടിലിൻ്റെ പുറത്തിങ്ങനെ എഴുതി വെക്കാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്കിത് കഴുകിയിട്ട് വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഉഴുന്ന് ഞാൻ കോസ്കോയിൽ നിന്നാണ് വാങ്ങുന്നത്. അതൊരു 3 കിലോയ്ക്ക് മേലെയുണ്ട്. അപ്പോൾ അത് ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ ഇനി വളരെ കുറച്ചും കൂടെ ഉള്ളു. അപ്പോൾ ഉഴുന്ന്, അരി അല്ലെങ്കിൽ പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് എപ്പോഴും തീർന്നു കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴുകി ഉണക്കിയിട്ട് വേണം വീണ്ടും ഇട്ട് വെക്കാൻ. അപ്പോൾ കൂടുതൽ നാൾ കേടാകാതിരിക്കും. ഇതാണ് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന തരിയുള്ള റവ. അപ്പോൾ ഇതെന്നോട് കുറച്ച് പേര് നേരത്തെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഇന്ത്യൻ കടയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ കടകളായിരിക്കുമല്ലോ. അപ്പോൾ സൂചി എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാം തന്നെ റീഫില്ല് ചെയ്തു. പിന്നെ ഞാൻ ഉഴുന്നൊന്നും പൊട്ടിച്ചിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉഴുന്ന് പിന്നെ പൊട്ടിക്കാത്ത വേറെ പാക്കറ്റുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റിലിട്ടിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ ഇതെല്ലാം ഒന്ന് എഴുതി വെക്കും. ഇതിൽ എത്ര പാക്കറ്റ് ഉണ്ട്, എന്തൊക്കെയാണുള്ളതെന്നൊന്ന് എഴുതി വെച്ചിട്ട് അതും ഒരു സൈഡിൽ ഒട്ടിച്ചു വെക്കും. അപ്പം നമ്മളിത് എന്തെങ്കിലും സാധനങ്ങൾ തീർന്നു പോകുന്ന സമയത്ത് ഈ ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നമ്മുടെ കയ്യിൽ ആ സാധനം ഇരിപ്പുണ്ടോ, അഡീഷണൽ ഇരിപ്പുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഗ്രോസറി കിട്ടുന്ന കടകൾ വളരെ കുറവാണ്. ചില സ്റ്റേറ്റിലൊക്കെ മലയാളി കടകളായിട്ട് തന്നെയുണ്ട് ഗ്രോസറി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ മലയാളി പ്രോഡക്ട്സും വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കടയിൽ പോകുന്ന സമയത്ത് ഈ പൊടിയരിയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ടുപൊടി, അപ്പപ്പൊടി ഇതൊക്കെ വളരെ കുറവായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ പൊടിയരിയൊക്കെ വളരെ പാടാണ് കിട്ടാൻ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് വാങ്ങിച്ചു വെക്കും. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്ന് റീഫില്ല് ചെയ്ത് ബാക്കി എക്സ്ട്രാ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഇന്ത്യൻ സാധനങ്ങളെല്ലാം പൊതുവെ മിനിമം ഒരു 4 മാസത്തേക്കെങ്കിലും ആണ് വാങ്ങിച്ചു വെക്കാറ്. പോകുന്നു. പച്ചക്കറികൾ മാത്രം ഒരു 2-3 ആഴ്ച കൂടുമ്പോഴാണ് പോയി വാങ്ങാറ്. പിന്നെ കഴിവതും ഞാൻ ഒന്നിച്ച് നമ്മളിങ്ങനെ ചീത്തയാകുന്ന പച്ചക്കറികൾ ഒരുമിച്ച് വാങ്ങാറില്ല. അതേപോലെ ഫ്രൂട്ട്സ് ആണേലും ഇപ്പം സ്ട്രോബെറി അല്ലെ ബെറീസ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോകും. അപ്പോൾ അത് ഒരു ബൾക്കായിട്ട് നമ്മൾ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് എടുത്തില്ലെങ്കിൽ അത് അപ്പോഴേ ചീത്തയായിപ്പോകും. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിക്കത്തില്ല. ഗ്രേപ്സ് ആണെങ്കിലും പെട്ടെന്ന് ചീത്തയാകും. അപ്പം ഓറഞ്ച്, ആപ്പിൾ അതൊന്നും അങ്ങനെ ചീത്തയാകത്തില്ല. ബെറീസ് ആണ് ഏറ്റവും എളുപ്പത്തിൽ ചീത്തയാകുന്നത്. അപ്പം അതേപോലെ നോക്കിയിട്ടാണ് എപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. ഇത്രയും ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പഴുത്ത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം പച്ചപ്പഴം നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങയും ആപ്പിളും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇവിടുത്തെ നാരങ്ങയ്ക്ക് നല്ല വലിപ്പമുണ്ട്, ഒരു ആപ്പിളിനെക്കാട്ടിലും വലിപ്പമുണ്ട്. ഭയങ്കര ജ്യൂസിയാണ്. അപ്പോൾ അത് ഞാനെടുത്ത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പിന്നെ പച്ചക്കറികൾ വാങ്ങുമ്പോഴും ഇപ്പം കോവയ്ക്ക, പാവയ്ക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പെട്ടെന്ന് ചീത്തയാകും. നമ്മൾ എടുത്തില്ലെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ചീത്തയാകും. മഷ്റൂം,
പിന്നെ ബീൻസ് അതൊക്കെ. പക്ഷേ നേരെ തിരിച്ച് ഇപ്പോൾ റൂട്ട് വെജിറ്റബിൾസ് എടുക്കുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതുപോലുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പച്ചക്കറികൾ വാങ്ങിക്കുന്നത്. നമുക്കത് സമയമുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് അരിയാനൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ തോരൻ വെക്കാനും. അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ മേടിക്കത്തുള്ളൂ. ഈ ആഴ്ച എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും അരിയാനും ഒന്നും സമയമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനത് വാങ്ങാറില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് വാങ്ങിച്ചു വെക്കുന്നത്. ഇത് പഫ്സ് ഉണ്ടാക്കുന്ന പേസ്ട്രി ഷീറ്റാണ്. ഈ ഒരു ബ്രാൻഡ് പെപ്പറേജ് ഫാം എന്ന് പറഞ്ഞിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഈ ആഴ്ച അത് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പാല് 2% ആണ് മേടിക്കുന്നത്. അപ്പം ഇവിടെ ഹോൾ മിൽക്ക് 2%, 1% സ്കിം മിൽക്ക് ഇങ്ങനെയാണ് പാലിന് ഉള്ളിലെ കൊഴുപ്പ് പല ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഹോൾ മിൽക്കിലാണ് കൊഴുപ്പുള്ള പാല്. 2% എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൊഴുപ്പ് കുറഞ്ഞ പാല്. അപ്പോൾ അതിൽ 2% ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമുക്ക് നാട്ടിലെ ടേസ്റ്റിൽ ഇവിടെ ചെമ്മീൻ കിട്ടത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രോസൺ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് കോസ്കോയിൽ ഫ്രഷ് ചെമ്മീൻ കിട്ടിത്തുടങ്ങി. വൈൽഡ് കോട്ട് അല്ല, ഫാം റേസ്ഡ് ആണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. സെയിം നാട്ടിലെ ടേസ്റ്റാണ്. പിന്നെ നാളത്തേക്ക് പാലപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ അത് ഇൻസ്റ്റൻറ്റ് ബോട്ടിലാണ് ഞാൻ മാവ് പൊങ്ങാൻ വെക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരെണ്ണം കൂടെ ഉണ്ട്. അതിനകത്ത് ടൈമർ വെച്ചിട്ട് മുട്ട പുഴുങ്ങാനും വെക്കും. അപ്പോൾ രാവിലത്തേക്ക് അത് റെഡി ആയിരിക്കും. കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഇന്നത്തെ ഗ്രോസറിയുടെയൊക്കെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.